നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് 1850 കോടി രൂപ ഇപ്പോൾ നമുക്ക് പെൻഷൻ നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. നമ്മളുടെ 1600 രൂപ പെൻഷനോടൊപ്പം കുടിശ്ശികയുള്ള ഒരു മാസത്തെ പെൻഷൻ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ മാസം പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികമാകുന്ന ഇന്ന് തന്നെ വലിയ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണിപ്പോൾ വന്നിരിക്കുന്നത്. 3200 രൂപ ഈ ഒരു ജൂൺ മാസം സ്കൂളുകളൊക്കെ തുറക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളുടെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം പേരാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയുള്ളവർ. ഇത്രയും പേർ ലിസ്റ്റിലുണ്ടെങ്കിലും 50 ലക്ഷത്തോളം ആളുകൾക്കായിരിക്കും കുടിശ്ശിക ഉൾപ്പെടെ 3200 രൂപ പെൻഷൻ ഈ മാസം ലഭിക്കുവാൻ പോകുന്നത്. അതായത് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളെയും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളെയും ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 50 ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമായിരിക്കും 3200 രൂപ പെൻഷൻ ലഭിക്കുന്നത്. നമുക്കറിയാം, 2024 മാർച്ച് മാസം മുതൽ കൃത്യമായി എല്ലാ മാസവും 1600 രൂപ വീതം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2024 മാർച്ച് മാസത്തിന് ശേഷം ഇതുവരെ ഒരു മാസം പോലും പെൻഷൻ കുടിശ്ശികയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു 2024 മാർച്ച് മാസത്തിന് മുമ്പ് പെൻഷൻ കുടിശ്ശികയായ സമയത്ത് പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും 3200 രൂപ, അതായത് കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപ ലഭിക്കുവാൻ പോകുന്നത്. അതിനുശേഷം പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് 2025 മെയ് മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ മാത്രമായിരിക്കും ലഭിക്കുക. ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ 1850 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 2025 മെയ് മാസം 21-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുമൊക്കെ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയുമെന്ന വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത്. നാളെ മുതൽ നമ്മളുടെ പെൻഷനൊക്കെ നമ്മളുടെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതത്തിന് അർഹതയുള്ള 8.5 ലക്ഷത്തോളം ആളുകളാണ് ഇന്ന് സംസ്ഥാനത്തെ പെൻഷൻ ലിസ്റ്റിലുള്ളത്. ഇവർക്ക് 200 മുതൽ 500 രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ സഹായമായി നൽകി വരുന്നത്. ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാനത്ത് ഇവർക്ക് 1600 രൂപ വീതം സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണം നൽകി വരുന്നത്. അപ്പോൾ ഈ ഒരു തുക, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു വിഹിതം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ ഈ മാസം പെൻഷൻ വിതരണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു രൂപ പോലും കുറയാതെ നമ്മളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ നമുക്ക് പെൻഷൻ ലഭിക്കും. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണത്തിൽ 200 രൂപ മുതൽ 500 രൂപ വരെയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കേന്ദ്ര സർക്കാർ പിന്നീട് നേരിട്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ ആയിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു കുടിശ്ശിക വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു തുക കുടിശ്ശിക വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിഹിതം കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്നുവെന്ന സന്തോഷകരമായ ഒരു അറിയിപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.